ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സഹായിക്കണേ. ഇത് അവസാനം പറയാമെന്ന് വിചാരിക്കും, മറന്നങ്ങ് പോകും. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്. ഇത് സൺഡേ എടുത്ത വ്ളോഗാണേ. അപ്പം ഞാനിന്ന് ഞായറാഴ്ചയായിട്ട് ഇന്നിപ്പോൾ ആർക്കും എങ്ങും പോകണ്ടല്ലോ എന്നൊക്കെ കരുതി ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പം നമുക്ക് ഒരുപാട് മനസ്സിനിങ്ങനെ ടെൻഷനൊക്കെ വരുമ്പോൾ ഇടയ്ക്കൊന്ന് അമ്പലത്തിലൊക്കെ പോകുന്നത് നല്ലതല്ലേ. അപ്പം ഞാനങ്ങനെ ഒന്ന് തൊഴുതിട്ടൊക്കെ വന്നപ്പോൾ ദേണ്ടടാ ഗൗതം പറയുന്നത്, അമ്മയെ ഇപ്പോഴാണ് മെസ്സേജ് വന്നത് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ ഒന്നും കരുതി വെച്ചിട്ടില്ലായിരുന്നു, ചോറൊന്നും വെച്ചിട്ടില്ല. ദൈവമേ, ഇനി ഞാൻ എന്ത് കാണിക്കും, അവനെങ്ങനെ കൊടുത്തു വിടും എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇഡലി തന്നെ തന്നു വിട്ടാൽ മതി, എന്തായാലും ഒരു 2:30 വരെയൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ, അപ്പോൾ വന്നിട്ട് ചോറ് കഴിച്ചോളാം, ഇഡലി തന്നെ തന്നു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഓ, സമാധാനമായി. അങ്ങനെ ഞാൻ വേഗം ഇഡലിയൊക്കെ ശരിയാക്കാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ ഇഡലിക്ക് അരച്ചൊക്കെ തലേദിവസം തന്നെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ എടുത്ത് വെച്ച് ഇഡലിയൊക്കെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ചോറും കറിയൊന്നും ശരിയാക്കണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം, ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് ചേട്ടനെ കൊണ്ടിട്ട് രാവിലെ സാമ്പാർ കഷ്ണമൊക്കെ വാങ്ങിപ്പിക്കാം, സൺഡേ അല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് വെച്ച് അങ്ങ് തട്ടിക്കൂട്ടൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി ഇഡലിക്ക്. ഉള്ളി സാമ്പാർ നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഇന്നങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം അങ്ങ് പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ട് സാമ്പാറിനുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒന്നും നീങ്ങാത്ത പോലെ തോന്നും. എനിക്കിങ്ങനെ സാവധാനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ പടപടയെന്ന് എല്ലാം ചെയ്യും. പക്ഷേ ഇങ്ങനെ ധൃതി കൂട്ടിയാലുണ്ടല്ലോ, എനിക്കൊരു കാര്യവും നടക്കാത്ത പോലെ തോന്നുന്നേ. അത്രയ്ക്ക് വെപ്രാളം പിടിച്ചാണ് ഞാനിന്ന് ചെയ്യുന്നത്. കാരണം ഇനി അവൻ കുളിച്ചൊക്കെ വന്നു, ഇഡലി ശരിയാവുന്നേ ഉള്ളൂ. ഞാൻ മാവൊക്കെ അത് കുട്ടളത്തിലേക്ക് ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് ആകെ അങ്ങ് വെപ്രാളമായിപ്പോയി, ദൈവമേ എന്ത് ചെയ്യുമെന്നായിപ്പോയി. അങ്ങനെ ഞാൻ വേഗം ഇഡലിയൊക്കെ ഒഴിച്ചൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തു. പെട്ടെന്നൊരു ഉള്ളി സാമ്പാർ അങ്ങ് തട്ടിക്കൂട്ടാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സാമ്പാറിനുള്ളത് പരിപ്പൊക്കെ വെന്തു. അങ്ങനെ സാമ്പാറിന് റെഡിയാക്കി. അപ്പോഴേ താഴേന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേ അമ്മേൻ്റെ അടുത്തേക്ക് വന്നിട്ട് സാമ്പാറിന് മോളെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇടുന്നു പറഞ്ഞു. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലമ്മ, ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, കളർ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയെ പറഞ്ഞൊക്കെ ഇതാക്കി. അമ്മയ്ക്ക് ഇങ്ങനെയാണ് എല്ലാം ഇങ്ങനെ കൃത്യം കളറും എല്ലാം ഒക്കെ ഇന്ന് കൃത്യമായിട്ടൊക്കെ വരണം. അപ്പം ഞാൻ പറഞ്ഞില്ലമ്മ ഇത് കുഴപ്പമില്ല, നല്ല സാമ്പാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലേക്കൊന്ന് വന്നപ്പോഴേ അവൻ പോണത് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചെടിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വളമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ഊർജ്ജസ്വലന്മാരായി നിൽപ്പുണ്ട്, ഊർജ്ജസ്വലതയോടുകൂടി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം അങ്ങനെ ആളുടെ സൈക്കിളിൽ എന്തോ ഏറില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ സൈക്കിളും വാങ്ങിച്ചിട്ട് അവനങ്ങ് പോയി. ഇനി ജോലി നമുക്ക് പകുതി കഴിഞ്ഞു. നമുക്ക് ഇന്ന് അടുത്ത വീട്ടിലൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്, അവിടെ പോകണം. അവരുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ മീനൂട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ്. ഇന്ന് ഇത്തിരി വൈകിപ്പോയി, ഞാൻ വെപ്രാളം പിടിച്ച് അവനെ വിടുന്ന തിരക്കിലായിപ്പോയത് കാരണം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഇവൾക്കാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ കായലിലേക്ക് നോക്കിയപ്പോഴാണ് ചേട്ടന്മാർ അവിടെ വലയൊക്കെ കഴുകി റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മൾ രാത്രിയൊക്കെയാണ് വല അഴിച്ചൊക്കെ വരുന്നതെങ്കിലേ അവർ പിറ്റേ ദിവസം രാവിലെയൊക്കെ അതിങ്ങനെ പോയി കഴുകിയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ കഴുകി വല ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വാമിക്കിനെ ഒന്ന് നോക്കേണ്ടി വന്നു. അവിടെ ഗീതു അനിയത്തി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി. അപ്പോൾ അവനവിടെ വിഷമിച്ചൊക്കെ ഇരിക്കുമായിരുന്നു, അവനെ കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവനെയൊക്കെ നോക്കി. അപ്പോൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ജോലി ഇല്ലാഞ്ഞ് കൊണ്ടിട്ട് തന്നെ ഞാൻ വേഗം എൻ്റെ കുരുമുളകൊക്കെ ഒന്ന് നുള്ളിയെടുക്കാം. അതൊക്കെ മൂത്ത് പാകമായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് നുള്ളാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിനിടയിലിട്ട് ഞങ്ങൾ മറ്റേ ഹൗസ് വാമിങ്ങിന് പോയി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൈയോടെ തന്നെ ഞാൻ എനിക്ക് കിടന്ന ക്ഷീണമായി പോവും. സാധാരണ ഉച്ചയ്ക്ക് ഇത്തിരി നേരം കിടന്ന് ഉറങ്ങുന്നതാണ് സൺഡേ. പക്ഷേ കിടക്കാൻ നിന്നില്ല. ഞാൻ വിചാരിച്ച വേഗം ഒന്ന് കുരുമുളകൊക്കെ നുള്ളിയെടുക്കാം. അതൊക്കെ അല്ലെങ്കിൽ മൂത്ത് ഇങ്ങനെ നല്ല പഴുത്തൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇത് 2 തരത്തിലുള്ള കുരുമുളകാണ്, കുറ്റി കുരുമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു ഇതിൻ്റെ ഇല ഇങ്ങനെ വട്ട ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല കായ്ഫലമുണ്ട്, നല്ല കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുരുമുളകിൻ്റെ നീളം എന്ന് വെച്ചാൽ എൻ്റെ കൈത്തണ്ടിനേലും വലിയ നീട്ടത്തിലൊക്കെ ഇങ്ങനെ കുരുമുളക് എല്ലാം നല്ല ഇങ്ങനെ ഒരെണ്ണം പോലും അടർന്നൊന്നും
ഒന്നും പോകാണ്ടില്ല എന്നല്ല ഇങ്ങനെ അടക്കി വെച്ച പോലെ മുത്തുമണികൾ പോലെ കാണുമല്ലോ നിങ്ങൾ. അതുപോലെ നല്ല ഭംഗിയിലൊക്കെ വളർന്നു വന്നിട്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ളതും നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ ഉള്ളത് കിട്ടുന്നത്. ഇത് കണ്ടോ, ചിലതൊക്കെ ഉണങ്ങി നല്ല പഴുത്ത് ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ അടന്ന് പോകുമല്ലോ പറിച്ചില്ലെങ്കിൽ. ഇത് രണ്ടാമത്തെ തരം എന്ന് പറയണത് അതിൻ്റെ ഇല ഇങ്ങനെ നീളം ടൈപ്പാണ്. പക്ഷേ ഇതിലധികം കായ്ഫലം ഇല്ലായിരുന്നു കേട്ടോ. അതായത് കുരുമുളക് ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മറ്റേതിൽ തന്നെയാണ് അധികം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് സിറ്റ് ഔട്ടിലേക്ക്, അവിടെ നല്ല വെയിലുണ്ടാവും. അപ്പം വെയിൽ വന്നാൽ കുറച്ച് നല്ല വെയിലായിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ വെയിലൊക്കെ പോയി, ഉച്ചയായില്ലേ. അപ്പം ഞാനിതൊക്കെ ഒന്ന് അടത്തിയെടുത്തെന്നാൽ നാളെ വെയിലത്തേക്ക് ഇട്ടാൽ മതിയല്ലോ എന്ന് കരുതി അങ്ങനെ അടത്താനായിട്ട് കൊണ്ടുവന്നിരുന്നതാണ്. അപ്പം ഞാൻ കുറച്ചൊക്കെ അടർത്തിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല പച്ചയല്ല, ഇങ്ങനെ നല്ല പച്ചയായതുകൊണ്ടേ നമുക്ക് ഇങ്ങോട്ട് പറിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടു പോരാൻ പ്രയാസം, നല്ല കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇരുന്ന് അടത്തിയെടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചേ നാളെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ അടന്നു പോരുമല്ലോ. അപ്പം അതൊന്ന് ഉണങ്ങട്ടെ, നാളെയും കൂടി ഒന്ന് ഉണങ്ങിയിട്ട് അടത്താമെന്ന് വിചാരിച്ച് ബാക്കി അങ്ങനെ തന്നെ ഞാൻ വെച്ചട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ അടുക്കള ഭാഗത്തുണ്ടല്ലോ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും കാറ്റായിരിക്കും. നമ്മൾ ആ കടവരിക ആയതുകൊണ്ടേ കാറ്റിന് തുണിയിൽ ക്ലിപ്പ് ഇട്ടില്ലെങ്കിൽ എപ്പോൾ പറന്നു പോയെന്ന് ചോദിച്ചാൽ മതി. തുണി മാത്രമായിട്ട് അവിടെ എന്തേ ഓർക്കിഡിനെറ്റ് അടിച്ചപ്പോഴാണ് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചപ്പോഴാണ് കാറ്റിന് ഇത്തിരി ശമനം കിട്ടിയത്. ഇല്ലെങ്കിൽ നമ്മളെയും കൂടി പറത്തിക്കൊണ്ട് പോകണ കാറ്റാണ്. മറ്റേ സിനിമയിൽ മധുര നൊമ്പരക്കാറ്റിൽ ആളെ പറത്തിക്കൊണ്ട് പോകണ കാറ്റില്ലേ, അതുപോലത്തെ കാറ്റാണ്. ഒരിക്കലും ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തിരുന്ന അലമാരിയൊക്കെ താഴെ വീണ് കാറ്റിന്. ദൈവമേ, ഗ്ലാസ് പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് വന്ന് നോക്കിയപ്പോഴും അലമാരി ഇങ്ങനെ കാറ്റിൻ്റെ ശക്തി കൊണ്ടിട്ട് താഴെ വീണ് കിടക്കുന്നു. അപ്പോൾ അത്രയും ശക്തിയാണെന്ന് ഞാൻ പറയുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അന്നാണ് ഇങ്ങനെ കാറ്റൊക്കെ കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ നെറ്റൊക്കെ മേടിച്ചിട്ട് അത് ഡബിൾ ലെയറൊക്കെ ഇട്ട് കെട്ടിയത്. അപ്പോൾ എന്നാലും കാറ്റുണ്ട്, തുണി പറക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ അടിച്ചപ്പോഴത്തേക്കും കാറ്റിന് കുറച്ച് ശമനം കിട്ടി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മഴക്കാലത്തൊക്കെ ഒത്തിരി വെള്ളം അടിച്ച് കയറും, മഴവെള്ളമൊക്കെ അടിച്ച് കയറും. അപ്പം ഞാനിപ്പം ഇവിടെ കഴുകണതിന് മുമ്പ് അകത്തൊക്കെ തുടച്ചായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും സൺഡേ അല്ലേ ഇതൊക്കെ ചെയ്തിരുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കാച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് കഴുകിയൊക്കെ വെച്ചിട്ട് അപ്പം ഞാനവിടെ നിന്നിട്ട് മീൻ സമ്മതിക്കുന്നില്ല. അവൾക്ക് വെള്ളം കുടിക്കാനാണോ എന്താണെന്നറിയില്ല, വെള്ളമൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തേക്കാന്ന്. അത് ഞാൻ താഴെ ഇറക്കി. പക്ഷെ പിന്നെ മുകളിലേക്ക് അവളെ തൂക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ, എൻ്റെ കൈ എത്തുന്നുണ്ടായിരുന്നില്ല. ഒരു കണക്കിന് ഞാൻ അവളെ താഴെ ഇറക്കി അവളെ കൂടൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ബന്ധു പ്രേമച്ചിറ്റാന്ന് പറയും, അമ്മയുടെ കസിനാണ്. അപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് അവിടെ ഉണ്ടായ പഴവും. അപ്പോൾ ഇവിടെ തന്നെയാണ് ഒരു നാട്ടിലെ ബന്ധുക്കളായ രണ്ട് പെൺകുട്ടികളെ ഒരു നാട്ടിലേക്കാണ് കല്യാണം കഴിച്ച് വിട്ടേക്കണത്. അപ്പോൾ പ്രേമച്ചിറ്റ ഇടയ്ക്ക് അമ്മയെ കാണാൻ വരും. രണ്ടുപേരും ഒരു നാട്ടിൽ തന്നെയാണല്ലോ കല്യാണം കഴിഞ്ഞ് വന്നേക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും വീട് പനമ്പുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് കുമ്പളത്തേക്കാണ് രണ്ടുപേരെയും കല്യാണം കഴിച്ച് വിട്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിറ്റ അമ്മയെ കാണാൻ വരും. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് കാച്ചിൽ അവിടെ ഉണ്ടായതാണെന്ന് പറഞ്ഞു. അപ്പോൾ കാച്ചിലും പഴമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ കാച്ചിലെടുത്ത് അരിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കൈയൊക്കെ ദേഹമൊക്കെ ചൊറിയാൻ തുടങ്ങി. നമ്മൾ ചേനയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോൾ ചൊറിയൂലേ, അതുപോലെ. അപ്പോൾ ചേന ഇങ്ങനെ അമ്മയൊക്കെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്, ചേന ഇങ്ങനെ വേകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ചൊറിച്ചിലും കുറഞ്ഞു വരുമെന്ന്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ വലയൊക്കെ കെട്ടിയിട്ട് വന്ന സമയമാണ് കേട്ടോ. ഇപ്പോൾ ഇത് കെട്ടാൻ പോയിട്ട് വന്നതാണ്. കെട്ടാൻ പോയിട്ട് വന്നതല്ല കേട്ടോ, പോകുന്ന സമയമാണ്. കെട്ടാനായിട്ട് പോണേണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, വേറെ ഒന്നുമല്ല. നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും എന്ത് രസമാണ് വള്ളത്തിലിങ്ങനെ ഇരുന്ന് തുഴഞ്ഞു പോകാൻ എന്നൊക്കെ. പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല ഓളമാണ് ഈ പുഴയിൽ, നല്ല ആഴവുമുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് സത്യം പറഞ്ഞാൽ ഞാനൊരിക്കൽ കയറിയിട്ടുണ്ടല്ലോ. അതായത് അടുത്തൊക്കെ നമ്മുടെ കരയിലൊക്കെ കുഴപ്പമില്ല, പക്ഷെ അകന്ന് ഇത്ര അകലെയൊക്കെ പോയാണ്ടല്ലോ എൻ്റെ അമ്മയെ വിറച്ച് തുള്ളി ഇരിക്കേണ്ടി വരും വള്ളത്തിൽ. ഞാനന്നങ്ങനെ പേടിച്ചിരുന്നതാണ്. പക്ഷെ പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അക്കരയ്ക്ക്, അതായത് എടക്കൊച്ചി എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ അക്കരയിൽ. അവിടെയൊക്കെ നമ്മൾ വലിയമ്മച്ചിയുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അന്നൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അന്ന് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ വള്ളത്തിനൊക്കെയാണ് പോകലും വരലും ഒക്കെ. പക്ഷെ അന്നൊക്കെ പേടി കൂടാണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര പേടി. ഒരു ദിവസം എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഞാൻ അത്രയും പേടിച്ച് വിറച്ച് പോയി. അങ്ങനെ
അപ്പോൾ അവരങ്ങനെ വല കഴിക്കാനൊക്കെ പോയ സമയത്ത് ഞാൻ കാച്ചിലൊക്കെ റെഡിയാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചപ്പോൾ വരുമ്പോൾ ചേട്ടനും പോയിട്ടുണ്ട്, വിശന്നൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ അതേ നമുക്ക് രാത്രിത്തേക്ക് ചിക്കൻ രാവിലെ മേടിച്ചിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ വെച്ചില്ലായിരുന്നു, അപ്പോൾ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചെന്നാലേ നമുക്ക് രാത്രി പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ചിക്കനൊക്കെ അരപ്പൊക്കെ മസാലയൊക്കെ പുരട്ടി അവിടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചു. അപ്പോൾ നമുക്ക് രാത്രി എടുത്ത് പെട്ടെന്ന് കറിയാക്കാം. സവാളയും തക്കാളിയും വേണ്ട വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. സാധാരണ സത്യം പറഞ്ഞാൽ ഞാൻ തുണി അങ്ങനെ മടക്കേണ്ടി വന്നിട്ടില്ല. അമ്മ എപ്പോഴും എനിക്ക് മടക്കിയൊക്കെ വെക്കും. ഞാനിവിടെ അഴയിലിട്ടിട്ട് പോയാൽ അമ്മ ഞാൻ വരുമ്പോഴേക്കും അമ്മ എല്ലാം മടക്കി കട്ടിലയിൽ ഇങ്ങനെ ഓരോരുത്തരുടെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ, കാരണം അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇത് ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും അങ്ങനെ കട്ടിലയിൽ അമ്മ വെക്കും. അപ്പോൾ ഞാൻ എടുത്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അഴയിൽ തന്നെ അങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ നമ്മുടെ മരച്ചിലുകൾക്കിടയിലൂടെ ഒരാൾ നമ്മളെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തോളം എത്തി, ഇനി താഴാൻ കുറച്ചേ ഉള്ളൂ, അതായത് നേരെ സന്ധ്യാകാറായെന്നർത്ഥം. അപ്പം ഞാനത് കണ്ടപ്പോൾ എന്നാൽ വേഗം ചെന്നിട്ട് നമ്മുടെ കാച്ചിലൊക്കെ ഒന്ന് പുഴുങ്ങിയതൊക്കെ എടുത്തിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും നേരം ആയല്ലോ, വിശക്കുന്നുണ്ടാവും അവർക്കെന്ന് വിചാരിച്ച് കാച്ചിലും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു വലയൊക്കെ കെട്ടിയിട്ടേ. അപ്പം നമുക്കിപ്പോൾ വല കെട്ടിയെന്നാൽ രാത്രി സമയത്തോടു കൂടി അഴിച്ചു വരുള്ളൂ. നമുക്കിതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന സമയമല്ല. ഇപ്പം ഇന്ന് 5 മണിക്ക് പോകാം അല്ലെങ്കിൽ 6 മണിക്ക് പോകാമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയമല്ല. വെള്ളത്തിൻ്റെ ഏറ്റവും ഇറക്കമുണ്ട്. അപ്പം അത് ഇന്ന് ചിലപ്പോൾ 2 മണിക്കാണെങ്കിൽ നാളെ ചിലപ്പോൾ 3 മണിക്കായിരിക്കും, മറ്റന്ന് ചിലപ്പോൾ 4 മണി 4:30 5 മണി വരെ ആവും. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഏറ്റവും ഇറക്കവും വലിവ് ഇതൊക്കെ അനുസരിച്ചാണ് അവർ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ അടുത്തുള്ള കുട്ടികൾ വന്നിട്ട് അവിടെ സംസാരിച്ച് നിന്നപ്പോൾ വിഹ അതും കൊണ്ട് വന്നതാണ്. അവൾക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടേ വാരി കൊടുക്കാൻ പറഞ്ഞ് കാച്ചിലുമായിട്ട് വന്നേക്കണേണ്. എന്നാൽ പിന്നെ അവളെ ഇരുത്തി കുറച്ച് കാച്ചിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനവിടെ അടുത്തിരുത്തിയിട്ട് അവളെ വാരി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്ന് പറയുവാണ്, കായലിൻ്റെ അരിയായതുകൊണ്ട് സൺഡേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരും കേട്ടോ അവിടെ കാറ്റ് കൊള്ളാനൊക്കെ ഇട്ടേ. അപ്പോൾ കുട്ടികൾ വന്നിട്ട് പറയുകയാണ്, ചേച്ചി വീഡിയോ കണ്ടായിരുന്നു, നല്ലതാണ്, ഇഷ്ടപ്പെട്ടു, സബ്സ്ക്രൈബ് ചെയ്തെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ ഇനിയും കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇതെന്താ ചേട്ടനും ചായ കുടിച്ചിട്ട് വന്ന് നോക്കുന്നുണ്ട്. അപ്പം അപ്പം ഞാൻ അപ്പം കുട്ടികളെ ചായ കുടിക്കാനായിട്ട് വിളിച്ചിട്ടേ അവരിങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ചേട്ടനും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ വരാം, ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ നിൽക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും വല കെട്ടണം, അത് കാരണം നമുക്ക് കൃത്യസമയം ഇല്ലാത്തതുകൊണ്ടേ ഈ ജോലിക്ക് നിൽക്കുന്നത് ഒരു കഷ്ടപ്പാടാണ്, ഈ വല കെട്ടാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ എങ്ങും പോകാൻ പറ്റില്ല, ഇത് നോക്കി നമ്മൾ നിൽക്കണം. വെള്ളം എപ്പോഴാണ് മാറുന്നത്, വെള്ളത്തിൻ്റെ ഏറ്റവും ഇറക്കവും അത് നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തല്ലല്ലോ. അതുകൊണ്ട് ഇത് നോക്കി തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിൽക്കണം. ആ സമയത്ത് വേണം ചെല്ലാൻ. അത് കഴിഞ്ഞ് ചെന്നാൽ വെള്ളത്തിന് എന്തോ ഇവർ പറയുന്ന കേൾക്കാം വലിവാകുമെന്നോ, നമ്മൾ ശരിക്കും എന്താ പറയുക വെള്ളത്തിലേക്ക് അങ്ങ് വെള്ളം നല്ല ഇറക്ക സമയമാകുമ്പോൾ വല കഴിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ആ വലയിലോട്ട് നമ്മളും കൂടി വീണ് പോകും, അതുപോലത്തെ അവസ്ഥയായി പോകും എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വല പൊക്കി കയറ്റാനും. അപ്പോൾ കെട്ടണ സമയത്താണെങ്കിൽ വല താഴത്തില്ല വെള്ളത്തിലേക്ക്, ആ സമയം കഴിഞ്ഞെന്നാൽ താഴാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവർ ഇറങ്ങി ഇങ്ങനെ താത്തേണ്ടിയൊക്കെ വരും. അതായത് ആ വെള്ളത്തിൽ നിന്ന് ആ കുറ്റി പിടിച്ചിട്ട് ഇറങ്ങി ഒരാൾപ്പൊക്കത്തിൽ ഇറങ്ങി താത്തണമെന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണല്ലോ അത്ര ആഴത്തിലുള്ള സ്ഥലത്ത്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് നമുക്ക് എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഞങ്ങളോട് പലരും പറയാറുണ്ട്, അങ്ങ് പോയി കെട്ടിയിട്ട് ഇവിടെ അടുത്തല്ലേ ഇങ്ങ് വന്നാൽ മതി, പിന്നെ കുറച്ച് സമയം പോയി കഴിക്കുമ്പോൾ നിറയെ ചെമ്മീനല്ലേ എന്നൊക്കെ. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇവർ പോകുന്നത്. അപ്പോൾ എൻ്റെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ ശരിയായി. അപ്പോൾ വേണ്ടടാ നമുക്ക് വല അഴിച്ച് വന്നു, വേഗം വന്ന ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ അങ്ങനെ വിളിച്ചിട്ടാ. അപ്പോൾ ആരെ കാണിച്ചു തരാനാ എന്ന് വിചാരിച്ച് ഞാൻ അപ്പം ഇത് ഷോർട്സിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വലയിലൊരു പാമ്പുണ്ടായിരുന്നു കേട്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതിനഴിച്ചങ്ങ് വെള്ളത്തിലോട്ട് കളഞ്ഞ്. അപ്പോൾ മീനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഈ ഒരു കുഞ്ഞു മീനുണ്ടോ, അയ്യോ ഇതിനെ കാണിച്ചു തരാനാണ് ഞങ്ങൾ ഇത്ര വിളിച്ചതെന്ന് വിചാരിച്ചപ്പോൾ ദീണ്ടടാ ഒരു വലിയ മീനെടുത്ത്. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ മീൻ. പേരെന്തോ കരിപ്പെട്ടിയോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഈ മീൻ. അപ്പോൾ ഏകദേശം ഒരു 5-6 കിലോത്തോളം വരുമെന്ന് പറഞ്ഞു വെയിറ്റ്.
അപ്പം ആൾ നല്ല വലുതായിരുന്നു കേട്ടോ, നല്ല സൈസായിരുന്നു. അപ്പം 2 ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം ഇങ്ങനെ വല കിട്ടിയപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് ചാടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു വലിയ മീനൊക്കെ കിട്ടി. പിന്നെ ഇത് ചെറിയ മീൻ, ഇത് കൂരിമീൻ എന്ന് പറയും, അതാണ് കിട്ടിയത്. പിന്നെ ചെമ്മീനും സാധാരണ പൊടിമീനൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.